ഇന്നലെ അദ്ദേഹം ഇവിടെ പാലക്കാട് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചതാരാണ്? കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഈ ഷാഫിയെയും രാഹുലിനെയൊന്നും ഒഴിവാക്കി പോകാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല എന്നത് ഒരിക്കൽ കൂടെ ബോധ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു, അതേ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരൊക്കെ തന്നെ രാഹുലിനെ സ്വീകരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ തുടക്കം മുതൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ല, ഞങ്ങൾ ഇവിടെ നിങ്ങൾ തന്നെ കണ്ടതാണ്, നിരവധിയായ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിരുന്നു, പൊതുയോഗങ്ങളുണ്ടായിരുന്നു, ഹൗസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അല്ല, 100% നമുക്കിതിനകത്ത് മനസ്സിലാക്കാമല്ലോ. ഇന്നലെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആരാണ്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ ഇവിടെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ എല്ലാവരും ഇവിടെ പാലക്കാട് തന്നെയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകന്മാർ രാഹുലിനോടൊപ്പം ഉണ്ടാവും. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഇത്രയും ദിവസം അദ്ദേഹം മാറി നിന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും കോൺഗ്രസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറഞ്ഞ് യാതൊന്നും ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. രാഹുലിന്റെ പോലീസിന്റെ നടപടി എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇന്നലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രതികരണം പോലും എടുക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസൊക്കെ രാഹുലിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അല്ല, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് ചെയ്യുന്നത് തടുത്തുകൊണ്ടുള്ള വിധി വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ കേരള പോലീസിൻ്റെ കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല? ഈ കേരള പോലീസിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല. നിരവധിയായ കേസുകളിലെ പല സുപ്രധാന സംഭവങ്ങളിലും തെളിവുണ്ടാക്കിയതും അറസ്റ്റ് ചെയ്തതും എല്ലാം കേരള പോലീസ് തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ വൈകിപ്പിച്ചത്. രാഹുൽ ഒളിവിലുള്ള സ്ഥലമൊന്നും പോലീസിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ വലിയ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്.